നമസ്കാരം, അഡ്വക്കേറ്റ് അഷ്കറാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ന്യൂസുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഡോക്ടർ ഡിപ്രഷൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആ വാർത്തയുടെ താഴെ വരുന്ന കമൻറ്റുകൾ നോക്കുന്ന സമയത്ത് ആളുകളുടെ ഒരു അറിവില്ലായ്മ ആലോചിച്ചിട്ട് വല്ലാതെ മനോവിഷമം തോന്നുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വക്കീലാണെങ്കിലും ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും കൂലിപ്പണിക്കാരനാണെങ്കിലും ഏത് തരം ജോലി എടുക്കുന്നവരാണെങ്കിലും ശരി, ആർക്കും ഡിപ്രഷൻ എന്ന് പറയുന്ന മാനസികാവസ്ഥ വരാം. അത് വന്നു കഴിഞ്ഞാൽ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകും. അത് മാനേജ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയും തെറാപ്പികൾ അറ്റൻഡ് ചെയ്യുകയും കൗൺസിലിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്യുകയും ഒക്കെ വേണം. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് നമ്മൾ നേടൽ നിർബന്ധമാണ്. പലപ്പോഴും നമുക്കറിയാം, ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ പ്രൊഫഷണൽസിൻ്റെയും അല്ലാത്ത ആളുകളുടെയും ഒക്കെ ജോലി തിരക്ക് കാരണം പലപ്പോഴും അവർക്ക് അവരുടെ പേഴ്സണൽ സമയം കണ്ടെത്താനും മരുന്ന് കഴിക്കാനും തെറാപ്പിസ്റ്റിനെ കാണാനും ഒക്കെയുള്ള പ്രയാസങ്ങളുണ്ടാകും. അപ്പം ഇതൊക്കെ പലപ്പോഴും ആത്മഹത്യ എന്ന് പറയുന്ന ത്രെട്ടിലോട്ട് പെട്ടെന്ന് ആളുകളെ അടുപ്പിക്കാനുള്ളൊരു സാധ്യതയായിട്ട് മാറുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഇത്തരം ഡിപ്രഷനോ മാനസിക സംഘർഷങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനും അവർ മരുന്ന് കഴിച്ചോ എന്നും തെറാപ്പി എടുത്തോ എന്നും അവരുടെ ഹെൽത്ത് പ്രൊഫഷണലിനെ അവർ കൺസൾട്ട് ചെയ്യുന്നുണ്ടോ എന്നും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ വേണം അത് നോക്കാനായിട്ട്. അല്ലാതെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് അവർ ഇന്ന കാരണം കൊണ്ടാണ് മരിച്ചത്, ഒരു ഡോക്ടറല്ലേ, ആത്മഹത്യ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഫേസ്ബുക്കിലും മറ്റും കമൻറ്റുകളിട്ട് വീണ്ടും വീണ്ടും അവരെ തേജോവധം ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. ആരും ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ട നടപടികളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ വേണം നോക്കാൻ. നമ്മുടെ കൂടെയുള്ള ആരാണെങ്കിലും അവർക്ക് ഇത്തരം അവസ്ഥയുണ്ടെങ്കിൽ സാരമില്ല, ശരിയായിക്കൊള്ളും എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ അവർക്ക് വേണ്ട പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്.